ശ്രീരാമ, ഇതെന്താണ്? ഹോമത്തിനുണ്ട സാധനങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു. സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ശ്രീരാമ, ഇവരാണ് നമ്മുടെ ഹോമത്തിന് തടസ്സമായത്. ഇവരെ ഉടൻ അമർച്ച ചെയ്യണം. ലക്ഷ്മണ, എടുക്കൂ അമ്പ്. വരൂ കുമാരന്മാരെ, എനിക്ക് സന്തോഷമായി. ഇനിയും മിഥിലാപുരത്തേക്ക് പോയി അവിടെ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കും. വരൂ. രാമ, ഗൗതമ മഹർഷിയുടെ ധർമ്മപത്നിയായ അഹല്യയുടെ ശിലാവിഗ്രഹമാണ് ആ കാണുന്നത്. അഹല്യ ശിലയാകാൻ ഒരു കാരണമുണ്ട്. എന്താണ് മഹർഷി? പറയൂ. പറയാം, കേട്ടോളൂ. സ്നാനത്തിന് പോയിട്ട് ഇത്ര വേഗം മടങ്ങിയോ? പ്രിയേ, സൂര്യോദയമായിട്ടില്ല. അല്പസമയം കൂടി കഴിയട്ടെ. അയ്യേ, ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ ആശ്ലേഷിക്കുന്നത്? ഇതൊന്നും സാരമില്ലെന്ന്.
ആരാണു നീ എന്റെ ദോഷം ധരിച്ചവൻ ചോരനോ മറ്റാർ സത്യം പറയൂ ആരാണു നീ എന്റെ രൂപം ധരിച്ചവൻ ചോരനോ മറ്റാർ സത്യം പറയുക ഇപ്പോഴേ നിന്നെ ഞാൻ കൊല്ലുന്നതുണ്ട് വല്ലായ്മയേകുവാൻ എന്തുണ്ടു കാര്യം ഇപ്പോഴേ നിന്നെ ഞാൻ കൊല്ലുന്നതുണ്ട് വല്ലായ്മയേകുവാൻ എന്തുണ്ടു എല്ലാം പറയുന്നതുണ്ടു ഞാൻ മാമുനെ ചൊല്ലാവതല്ല എങ്കിലും കേൾക്കണം എല്ലാം പറയുന്നതുണ്ടു ഞാൻ മാമുനെ ചൊല്ലാവതല്ല എങ്കിലും കേൾക്കണം നാരിമണിയായ ഭവാന്റെ പത്നിയോടും പാരമഗ്രഹമെനിക്കുണ്ടായ കാരണം നാരിമണിയായ ഭവാന്റെ പത്നിയോടും പാരമഗ്രഹമെനിക്കുണ്ടായ കാരണം പ്രാപിച്ചു കൊള്ളുവാൻ ഞാനീ മായാരൂപം കൈക്കൊണ്ടിങ്ങു വന്നീടിനേ പ്രാപിച്ചു കൊള്ളുവാൻ ഞാനീ മായാരൂപം കൈക്കൊണ്ടിങ്ങു വന്നീടിനേ പാപമെല്ലാം പൊറുത്തു കനിവേഗണം പാവിയാമെന്നെ അനുഗ്രഹിക്കണമേ പാപമെല്ലാം പൊറുത്തു കനിവേഗണം പാവിയാമെന്നെ അനുഗ്രഹിക്കണമേ. ഓഹോ ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു കാമാർത്തി കൊണ്ട് നീ ചെയ്ത പാപഫലം അനുഭവിച്ചേ തീരൂ കാമാന്ധനായ എൻ്റെ മനസ്സിൽ തോന്നിച്ച കുടില തന്ത്രങ്ങളാണിതെല്ലാം മാമുനെ അങ്ങ് എൻ്റെ തെറ്റുകൾ പൊറുത്ത് മാപ്പ് നൽകിയാലും ദോഷം വരുത്തി വെച്ചതും പോരാതെ ഭോഷനാക്കുന്നുവോ എന്നെ നീ കഷ്മൽ ദോഷം വരുത്തി വെച്ചതും പോരാതെ ഭോഷനാക്കുന്നുവോ എന്നെ നീ കഷ്മൽ കാമവാശത്ത ഇതെല്ലാം മറന്നു സഹസ്രഭകനായി ഭവിച്ചിടട്ടെ കാമവാശത്ത ഇതെല്ലാം മറന്നു സഹസ്രഭകനായി ഭവിച്ചിടട്ടെ കുലടേ ദുരാചാരിണി നിന്റെ അന്യാർത്ഥി മൂലം നീ എന്നെ മറന്നു അതിന്റെ ഫലം നീ അനുഭവിക്കണം ചാരിത്രഭംഗം വരുത്തിയ നീ നാരിമാർക്കെല്ലാം ഒരപമാനമാണ് അതിനാൽ നീ ഒരു ഘോരശിലയായി തീരട്ടെ പ്രിയനാഥ ഭവാനാണെന്ന ചിന്തയിൽ അറിയാതെ ഞാൻ ചെയ്തതാണിതെല്ലാം പ്രിയനാഥ ഭവാനാണെന്ന ചിന്തയിൽ അറിയാതെ ഞാൻ ചെയ്തതാണിതെല്ലാം ദയവായി ശാപമോക്ഷം നൽകി പാവിയാമെന്നെ അനുഗ്രഹിക്കണമേ ദയവായി ശാപമോക്ഷം നൽകി പാവിയാമെന്നെ അനുഗ്രഹിക്കണമേ പ്രിയനാഥ പ്രിയനാഥ ശരി അറിയാതെ സംഭവിച്ചുപോയ തെറ്റ് നാം മനസ്സിലാക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യനായി ശ്രീരാമചന്ദ്രൻ എന്ന പേരിൽ ദശരഥ രാജപുത്രനായി മണ്ണിൽ അവതരിക്കും അദ്ദേഹത്തിന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ അന്ന് നിനക്ക് ശാപമോക്ഷം ലഭിക്കും അതുവരെ നീ ഒരു ശിലയായി തീരും
അങ്ങനെ അതാ ഗൗതമപത്നി ശിലയായി നിൽക്കും. ഭവാന്റെ പാദസ്പർശമേറ്റാൽ അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടും. അവിടുന്ന് ശാപമോക്ഷം നൽകിയാലും മഹാനുഭാവ സകല ജഗന്നാഥനായി മണ്ണിൽ വന്നവതരിച്ച മഹാവിഷ്ണു. മഹാനുഭാവ സകല ജഗന്നാഥനായി മണ്ണിൽ വന്നവതരിച്ച മഹാവിഷ്ണു. ദുഷ്ടജനഹരനായി ശിഷ്ടജനപാലകനായി ദുഷ്ടജനഹരനായി ശിഷ്ടജനപാലകനായി നിത്യവും ഞങ്ങളെ കാത്തിടേണം. നിത്യവും ഞങ്ങളെ കാത്തിടേണം. അഹല്യേ, നിന്റെ എല്ലാ പാവങ്ങളും തീർന്നിരിക്കുന്നു. ഇനിയും നിന്റെ കാന്തനുമൊത്ത് സുഖമായി വസിച്ചുകൊള്ളു. ജ്യേഷ്ഠ, അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയതിൽ എന്റെ മനവും സന്തോഷിക്കുന്നു ജ്യേഷ്ഠ. മഹർഷി, എല്ലാവരിലും മംഗളം ഭവിക്കട്ടെ. എല്ലാവരിലും മംഗളം ഭവിക്കട്ടെ. രാമ ശ്രീരാമ രഘുരാമ ശ്രീരാമ രാമ ശ്രീരാമ രഘുരാമ ശ്രീരാമ രാമ ശ്രീരാമ രഘുരാമ ശ്രീരാമ 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 എല്ലാവരിലും മംഗളം ഭവിക്കട്ടെ. അഹല്യേ, നിനക്ക് നന്മ വരട്ടെ. മഹർഷി.